Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തി ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺഷ്യസ് ആയി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇന്റൻഷനലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. അതായത് ബ്രേക്കപ്പ് ചെയ്യണമെന്ന് ഓൾറെഡി ഇന്റൻഷൻ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് പ്രവൃത്തികളാണ് നോക്കാം. സോ ബ്രേക്കപ്പ് ആവുന്നതിന് വേണ്ടി പല ആളുകളും ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമാണ് വിഡ്രോവൽ. പല കാര്യങ്ങളും വിഡ്രോ ചെയ്യും എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇമോഷണലി ഡിസ്റ്റൻസ് ആകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഇതിനായി ഏറ്റവും പ്രധാനമായി ചെയ്യുന്ന ഒരു കാര്യമാണ് കുറവ് സമയം, അതായത് വളരെ കുറച്ച് സമയം മാത്രം നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും എന്നുള്ളത്. ബിക്കോസ് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുകയും ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവരുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആകാൻ ഒരു സാധ്യതയുള്ളത്. സോ ഓൾറെഡി ഉള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്റ്റൻസ്, ഒരു അകലം വരുന്നതിന് വേണ്ടിയിട്ടോ കുറവ് സമയം, വളരെ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള വിഡ്രോവലാണ് ഇങ്ങനെ ബ്രേക്കപ്പ് ആകണമെന്ന് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ സൈൻ. രണ്ടാമതായി പല കാര്യങ്ങളിലും നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്, ഒഴിവാക്കാൻ തുടങ്ങും. എസ്പെഷ്യലി റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി അത് സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കണ്ടെത്തിക്കൊണ്ട് റിലേഷൻഷിപ്പ് ടോപ്പിക് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ തയ്യാറാവില്ല. ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കും. അറ്റ് ദ സെയിം ടൈം റിലേഷൻഷിപ്പിൽ ഓൾറെഡി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അതിനൊരു പരിഹാരം, ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കില്ല, അതിനൊന്നും ഒരു മുൻകൈ എടുക്കില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും എസ്പെഷ്യലി റിലേഷൻഷിപ്പ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈന്. ആക്ച്വലി അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് എന്നതിൻ്റെ. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗൈഡൻസിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. എനിവേസ് നമുക്ക് മൂന്നാമത്തെ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. ഒരുപാട് ആർഗ്യുമെന്റ്സ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. വളരെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും ലൈഫിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരെ വെറുതെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാനോ അതല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒരുപാട് മുൻകൈ എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു സൈന്. ബിക്കോസ് നിങ്ങളുമായിട്ട് ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കൂടി അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകണം, ഈ റിലേഷൻഷിപ്പ് വേണ്ട അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങളാണ് മുന്നിൽ കാണുന്നത് എന്നുള്ളത്. അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടി ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വരെ നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വെറുതെ ആർഗ്യുമെന്റ് ചെയ്യാനോ വരുന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ ഒരു സൈന്. ആക്ച്വലി അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ട്, ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു ഇന്റൻഷൻ ഉണ്ട് എന്നതിൻ്റെ. ഇനി നാലാമത്തെ ഒരു സൈനാണ് ഓൾറെഡി നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. സോ ആ ഒരു ഇന്റിമസി ഇനിയും കൂട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനിയും കൂടുതൽ അറ്റാച്ച്ഡ് ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്റിമസിയെ കുറച്ച് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. ഒരു പക്ഷെ അവരുടെ ഭാഗത്തുനിന്നും ഒരു കെയറിങ്ങോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളായിരിക്കാം, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങളുടെ മാനസികാവസ്ഥ ഓക്കെ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് കൺസേൺഡ് ആവുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനുള്ള ഒരു ഇൻട്രസ്റ്റോ ഒന്നും അവരുടെ ഭാഗത്തൊന്നും കാണില്ല. മാത്രമല്ല ഫിസിക്കൽ ഇന്റിമസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനും തുടങ്ങും. സോ ഇത്തരത്തിൽ ഇന്റിമസി എന്ന് പറയുന്ന ഒരു കാര്യം ഓൾറെഡി ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ അത് ഇനി കൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി വളരെ കോൺഷ്യസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റ്
മറ്റൊരു സൈൻ. നെക്സ്റ്റ് വൺ, സ്വാഭാവികമായിട്ടും നിങ്ങളോട് സംസാരിക്കുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കോൾസിനൊന്നും റീപ്ലൈ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും റീപ്ലൈ നൽകുന്നത്, അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ട് റീപ്ലൈ നൽകുന്നുണ്ടായിരിക്കും. ഒന്നും തന്നെ ഡീറ്റെയിലിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയിക്കാനോ തയ്യാറാവുന്നില്ല. വളരെയധികം കുറവ് ആണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടും നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന അപ്ഡേഷൻസ് ഒന്നും നിങ്ങളെ അറിയിക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളായി അങ്ങോട്ട് മുൻകൈ എടുത്തുകൊണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. നെക്സ്റ്റ്, ബ്രേക്കപ്പ് ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സൈനാണ് അവർ കൂടുതലായി ഇൻഡിപെൻഡൻസ്, ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി സിംഗിൾ ആവണം അല്ലെങ്കിൽ സിംഗിളാണ് എന്ന് പറയാനുള്ള ഒരു മൈൻഡ് സെറ്റ്, അങ്ങനെയുള്ളൊരു തോട്ട് കൂടിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസ് അവർക്ക് കംപ്ലീറ്റ്ലി വേണം ഒരു റിലേഷൻഷിപ്പിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഈ പറഞ്ഞ ടൈം ആയിക്കോട്ടെ, എനർജി, ലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തരാൻ അവർ തയ്യാറല്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ല എന്നുള്ളതൊക്കെ ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസ്, ആ ഒരു സ്വാതന്ത്ര്യം, ഒറ്റയ്ക്കാവണം അല്ലെങ്കിൽ സിംഗിൾ ആവണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്യുകയും എന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് അവരിൽ നിന്നും കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സൈൻ. ആൻഡ് ഫൈനലി, ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്തും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ അവരുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ നിൻ്റെ ഫ്യൂച്ചർ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. കംപ്ലീറ്റ്ലി അവരുടെ ലൈഫ് പ്ലാൻസിലൊന്നും അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാനോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഒട്ടും ഇൻവോൾവ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ഒരു പ്ലേസ് ഇല്ലാത്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാം ആ വ്യക്തി മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങളെ അത്ര അവരുടെ കൂടെ ഉണ്ടാകണം അല്ലെങ്കിൽ അത്ര സീരിയസ് ആയി എടുത്തിട്ടില്ല എന്നുള്ളത്. സോ ഇത്തരത്തിൽ ഫ്യൂച്ചർ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് രണ്ട് ആളുകളെ കുറിച്ചും സെപ്പറേറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആകും എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഇവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സൈൻ. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകില്ല അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ വേർഡ്സിലൂടെയൊക്കെ പറയും എന്നുള്ളതാണ്. ഒരു പക്ഷെ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് എന്നുള്ളത് കൂടെ പറയുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. സോ ഇതിലേതെങ്കിലും ഒരു സൈൻ അല്ല നോക്കേണ്ടത്. ഈ പറഞ്ഞ എല്ലാ സൈൻസും ഒരു വ്യക്തിയിൽ നിന്നും, അതായത് നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിൽ അത്ര താല്പര്യം ഇല്ല എന്നുള്ളത്. സോ വീണ്ടും പറയുന്നു, ഒരു പോയിന്റ് അല്ല, ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് അവരുടെ പ്രവൃത്തിയിൽ നിന്നും കണ്ടിന്യൂസ് ആയി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എനിവേസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്